الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. وما تقدموا لأنفسكم من خير تجدوه عند الله، وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا، واستغفروا الله إن الله غفور رحيم. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നതായി ധാരാളം ഹദീത്തുകൾ ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണുന്ന വിഷയങ്ങളാണ്. നിങ്ങളിൽ ശ്രേഷ്ഠരായ ഉത്തമരായ ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ് എന്നിങ്ങനെ തുടങ്ങി നബി തിരുമേനി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. അക്കൂട്ടത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. അതോടനുബന്ധമായി തന്നെ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഖുതുബയിൽ ഓർമ്മപ്പെടുത്താം. അതിൽപ്പെട്ടതാണ്, അഥവാ മനുഷ്യന്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ശ്രേഷ്ഠർ ആകുന്നതിൽപ്പെട്ടതാണ് ദീർഘായുസ് ലഭിക്കുമ്പോൾ നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ ശ്രേഷ്ഠരാണ്, ഉത്തമരാണ്. അഥവാ ഓരോ ആയുസ് കഴിഞ്ഞു പോകുന്തോറും കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിടാൻ കഴിയുന്നുണ്ട് എങ്കിൽ അവർ ഉത്തമരിൽപ്പെട്ടവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം തിർമിദി അവിടുത്തെ സുനനിൽ 2329 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന അറാബിയൻ ഖാല യാ റസൂലല്ലാഹ് മൻ ഖൈറുൻ നാസ്. ഒരു അറാബിയായ അഥവാ ഗ്രാമീണനായ ഒരു അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമനാരാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമനാരാണ് എന്ന ചോദ്യത്തിന് ലോകരുടെ നേതാവ് പറയുന്ന മറുപടി മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ദീർഘായുസ് ലഭിക്കുകയും ആ ദീർഘായുസ് ലഭിക്കുന്നതിനനുസരിച്ച് നല്ല നല്ല കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു വാക്കാണ്. പ്രിയമുള്ളവരെ, ദീർഘായുസ് ലഭിക്കുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. ആ അനുഗ്രഹം ലഭിക്കുന്ന കാലഘട്ടം അത്രയും സൽപ്രവർത്തനങ്ങളിൽ മുന്നോട്ടു പോവുക എന്നതാണ് ഭാഗ്യത്തിന്റെയും ശ്രേഷ്ഠതയുടെയും എല്ലാം മാനദണ്ഡമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനെ വിശദീകരിച്ചിട്ട്, ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹാനായ ഇമാം മുബാറക് ഫൂരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഒരു ശറഹ് നൽകുന്നത് ഇപ്രകാരമാണ്, മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു. ആരുടെ ആയുസ് ദീർഘിക്കുകയും പ്രവൃത്തി നല്ലതാകുകയും ചെയ്യുന്നുവോ ഫഹുവ യസ്തഫീദു ബിതൂലി ഉമരിഹി ഫിസിയാദതി മിൻ ഹസനാതിഹി. അവൻ തന്റെ പ്രവൃത്തി, തന്റെ ദീർഘായുസ്സിലൂടെ സൽപ്രവർത്തികൾ വർദ്ധിക്കുന്നതിൽ നിന്ന് പ്രയോജനം നേടുന്നതാണ്. അതായത് ഒരാൾക്ക് അല്ലാഹു തആല 50 വർഷം കൊടുത്താൽ, അല്ലെങ്കിൽ 80 വയസ്സ് വരെ കൊടുത്താൽ, അല്ലെങ്കിൽ അള്ളാഹ് നിശ്ചയിച്ചൊരു ആയുസ് അയാൾക്ക് കൊടുത്താൽ, ഓരോ ആയുസ്സിന്റെ വർധനവിനനുസരിച്ചും അയാൾ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമാകുന്നു എന്നതാണ്. അലസനായി ചടഞ്ഞ ഒരു മൂലക്കിരിക്കുന്ന ആളായിട്ടല്ല പഠിപ്പിക്കണം. അതുകൊണ്ട് തന്നെ ദീർഘായുസിന്റെ നേട്ടം എന്താണ്? എന്തിനാ കുറെ ആയുസ് എന്ന് ചോദിച്ചാൽ, വയസ്സാം കാലത്ത് പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കാൻ കുറച്ചൊക്കെ വേണ്ടേ എന്നതല്ല. അല്ലെങ്കിൽ എന്തിനാണ് ദീർഘായുസ് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും പണി പൂർത്തിയാകാത്ത വീടിനെ കുറിച്ചുള്ള ആവലാതി പറയാനല്ല.
എന്തിനാണ് പ്രിയമുള്ളവരെ ഒരു കൊല്ലം അല്ലാഹു അധികം തരുന്നതെന്ന് ചോദിച്ചാൽ ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ലാഹ് പറഞ്ഞ വാക്കുണ്ട്, അൽ മുഅ്മിനു ലാ യസീദുഹു ഉംറുഹു ഇല്ലാ ഖൈറാ. ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ ഉദ്ധരിച്ച റിപ്പോർട്ടാണ്. സത്യവിശ്വാസിക്ക് ആയുസ് വർദ്ധിക്കുന്നത് നന്മ മാത്രമേ വർദ്ധിപ്പിക്കുന്ന. അല്ലാഹു അക്ബർ. എന്തിനാ നമുക്ക് ആയുസ് വർദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ ഒരു കൊല്ലം പിന്നിടാൻ പോവാണ്. ഒരു ഹിജ്റ വർഷം കഴിഞ്ഞ് അടുത്ത ഹിജ്റയിലേക്ക് പ്രവേശിക്കണം. എന്തിനൊരു കൊല്ലം? ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എന്തിന് അല്ലാഹു തആല നമ്മളെപ്പോഴും അവശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആയുസ് എന്നത് അള്ളാഹുവിന് നന്ദി കാണിച്ചും അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്തും മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയാണ്. അല്ലാതെ കുടുംബവും കുട്ടികളും ജോലിയും കൂലിയും ശമ്പളം ബിസിനസ് ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകാനുള്ളതല്ല. നേർക്ക് നേരെ പറഞ്ഞാൽ അതൊക്കെ ഒരു പാർട്ട് മാത്രമാണ്, മെയിൻ ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. എന്തിനൊരു ആയുസ് കൂടി, എന്തിനൊരു വയസ്സ് കൂടി എന്ന് ചോദിച്ചാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്ക് അടുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ റിദ്വാനുല്ലാഹി അലൈഹിം, ഔലിയാക്കളായ സ്വഹാബ അങ്ങനെയായിരുന്നു. നോക്കൂ, കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ സിദ്ദീഖുൽ അക്ബർ. നബി ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നോമ്പുകാരനായുള്ളത്? ആരാണ് ഇന്ന് ജനാസയിൽ ഒരു ജനാസയെ അനുഗമിച്ചവൻ? വീണ്ടും ചോദിക്കുകയാണ്, ആരുണ്ട് ഈ ദിവസത്തിൽ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ? വീണ്ടും നബി ചോദിക്കുകയാണ്, ആരുണ്ട് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവൻ? ഈ ഓരോ ചോദ്യത്തിനും മറുപടി പറയുന്നത് സിദ്ദീഖുൽ അക്ബർ, ഞാനുണ്ട് റസൂലേ, ഞാനുണ്ട് എന്നാണ്. എല്ലാറ്റിലും മറുപടിയാണ് ഞാനുണ്ട്. സ്വഹാബത്ത് അങ്ങനെയാണ്. ഒരു കർമ്മത്തിൽ നിന്ന് മറ്റൊരു കർമ്മത്തിലേക്ക്, ഒരു സൽക്കർമ്മത്തിൽ നിന്ന് മറ്റൊരു സൽക്കർമ്മത്തിൽ. അല്ലാതെ എന്തൊക്കെയായി എന്ന് തോന്നുമ്പോൾ ഇനി കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കാന്നുള്ള ചിന്തഗതിയല്ല. പിന്നെയോ കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്ക്. എന്നിട്ട് അള്ളാന്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിച്ചു, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ കാര്യങ്ങളൊക്കെ ആരിലാണോ ഒരുമിച്ച് കൂടുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറകിലാക്കാൻ വേണ്ടിയിട്ട് ഉമർ ഖത്താബിന് ഒരു മോഹം ഉണ്ടായി. ഹദീസില് ലാഹിറിൽ വായിക്കുമ്പോ അങ്ങനെയല്ല, പക്ഷെ വായിച്ചു വന്നാൽ നമുക്കത് മനസ്സിലാവും. അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, ഇന്നെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും എനിക്ക് അബൂബക്കറിനെ മറികടക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദഖയുമായി ബന്ധപ്പെട്ടൊരു മേഖലയിൽ എല്ലാവരും അവരുടെ കൈകളിൽ കൊണ്ടുവരാൻ പറഞ്ഞ സന്ദർഭത്തില് മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവരികയും, ഇന്നെങ്കിലും ഞാൻ അബൂബക്കറിനെ മറികടക്കും, അതായത് ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന ചിന്താഗതി, അല്ലാതെ ഒരു റിയാഇന്റെയും സുമഅത്തിന്റെയും മെന്റാലിറ്റി അല്ല, എനിക്ക് ഇന്നെങ്കിലും സൽക്കർമ്മത്തിൽ മുൻകടക്കണം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചിട്ട് അദ്ദേഹം വന്നു. നബി ചോദിക്കാണ് ഉമറുൽ ഖത്താബിനോട്, താങ്കൾ എന്താ കൊണ്ടുവന്നത്? അപ്പൊ നബി, ഞാൻ എന്റെ സമ്പത്തിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പൊ വീട്ടിലുള്ളതിന്റെ നേരെ പകുതി ഞാൻ കൊണ്ടുവന്നു എന്ന് ആശയത്തിൽ അദ്ദേഹം പറയാം. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ കൊണ്ടുവന്നത്? അള്ളാഹുവും അവന്റെ റസൂലിനെയും മാത്രം ഞാൻ എന്റെ വീട്ടിൽ വെച്ചു, ബാക്കിയൊക്കെ കൊണ്ടുവന്നു. അല്ലാഹു അക്ബർ. എന്തുകൊണ്ട് അബൂബക്കർ ഉമ്മത്തിൽ ഒന്നാമനായി എന്നുള്ള ചർച്ചയിൽ വരുന്ന വിഷയം കൂടിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ പ്രസിദ്ധനായ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകനും പ്രശസ്ത താബിഈ വര്യനുമായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ്, അദ്ദേഹം ഹിജ്റ 94 തന്റെ 67ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. ആ വഫാത്താകുന്ന സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ ഹിശാം, ഈ ഉർവ ഹിശാം എന്നുള്ളതൊക്കെ ഹദീസിൽ ഇങ്ങനെ റിവായത്തിൽ കാണാം. ഈ ഹിശാം പറയാണ് റഹിമഹുല്ലാഹ്, വാപ്പാനെ കുറിച്ച് പറയാണ്, നോമ്പുകാരനായിട്ടാണ് അദ്ദേഹം മരിക്കണം. നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടു, അവസാന സമയമാണ്, നോമ്പ് മുറിക്കാൻ പറഞ്ഞു. ഇല്ല, നോമ്പ് മുറിക്കാതെ നോമ്പുകാരനായി അള്ളാഹുവിലേക്ക് തിരിച്ചുപോയ മഹാനാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അവിടെ നടിച്ചൊക്കെ പൂർവികരൊക്കെ അങ്ങനെ ഒരു സൽക്കർമ്മത്തിലായിരിക്കെയുള്ള മരണം, അതെത്ര മഹത്തരമാണെന്നറിയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ഒരു സൽക്കർമ്മത്തിലായിരിക്കെ മരണമടയുക എന്നത് അതിമഹത്തരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായൊരു വർത്തമാനമുണ്ട്. ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസ്സലഹു. നബി പറയാണ്, അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് മധു പകർന്ന് അവനെ മധുരിക്കുന്നവനാക്കും. ചോദിക്കപ്പെട്ടു, വമാ അസ്സലഹു, നബിയെ മധുരിക്കുന്നവനാക്ക, അസ്സൽ എന്ന തേൻ കുടിക്കുന്നവനാകുക എന്ന് പറഞ്ഞെന്താ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫ്തഹു ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി ثم يقبضه عليه.
മരണത്തിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാൻ അവന്റെ മുന്നിൽ അല്ലാഹു തആല അവസരം തുറന്നു കൊടുക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാൻ അവസരം തുറന്നു കൊടുക്കും. പിന്നീട് ആ സൽക്കർമ്മത്തിലായിരിക്കും അവന്റെ ആത്മാവിനെ പിടിക്കുക. ശഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഒരാളോട് നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് അള്ളാഹു അവസാന കാലത്ത് സൽക്കർമ്മത്തിലേക്ക് തിരിക്കുന്ന, തൗബ ചെയ്യാൻ അവസരം കൊടുക്കുന്ന, നല്ല അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണം വരുത്തുന്നതാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യം എന്നൊക്കെ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സൽക്കർമ്മങ്ങളായി ജീവിക്കുക. ഒരു മിനിറ്റ് അധികം കിട്ടിയാൽ, ഒരു മണിക്കൂർ അധികം കിട്ടിയാൽ, ഒരു ദിവസം അധികം കിട്ടിയാൽ, എന്താ പരിപാടി, ഒന്നുമില്ല, വെറുതെ ഇരിക്കാണ് എന്നൊരു സംസാരമല്ല. പിന്നെ ആ ഒരു മണിക്കൂർ അള്ളാഹ് തരുന്നതിനറിയോ, അള്ളാഹുവിലേക്കുള്ള നന്ദി കാണിക്കാനും ഇബാദത്തിനു വേണ്ടിയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ അൽഹംദുലില്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, മാ നദിംതു അലാ ഷൈഇൻ നദമി മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസു നഖസ ഫീഹി അജലി വലം യസ്ദദ് ഫീഹി അമലി. എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞു പോവുകയും എന്റെ പ്രവർത്തികൾ വർദ്ധിക്കാതിരിക്കുകയും ചെയ്ത ദിവസത്തെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും ഖേദമുള്ളതെന്ന്. വല്ലാത്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഒരായുസ്സൊന്നൊരു ദിവസം കുറഞ്ഞുപോയി. അതായത് ഇന്നിപ്പോ നമ്മൾ ളുഹർ ജുമാക്ക് ഇവിടെ എത്തിയിരിക്കാണ്. ഇന്നലെ വരെ ഒരു ദിവസം കുറഞ്ഞു. എവിടുന്ന കുറഞ്ഞത്? മരണത്തിലേക്ക് അടുക്കുകയാണ്, ഖബറിലേക്ക് അടുക്കണത്. ഓരോ ദിവസവും ഖബറിലേക്ക് നമ്മൾ എടുക്കണം. അടുത്തത് എന്താന്ന് ചോദിച്ചാൽ എന്റെ വീടാന്നല്ല. അടുത്തത് എന്താന്ന് ചോദിച്ചാൽ എന്റെ ഉമ്മനെ കാണലല്ല. അടുത്ത സെക്കൻഡിൽ എന്തെന്ന് ചോദിച്ചാൽ ഉറപ്പുള്ളത് എന്താണ്? അൽ മൗത്ത്. അടുത്തത് മരണം എന്നാണ്. അപ്പൊ ശരിക്ക് ആയുസ് കുറയാണ്. ആ ആയുസ് കുറയുമ്പോൾ അദ്ദേഹം ആലോചിക്കണമെന്നറിയോ, ഈ ഒരു ആയുസ്സിലെ ഒരു ദിവസം എന്റെ പ്രവർത്തികൾ വർദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും ഖേദം. ഒരു ദിവസം ചെയ്യുന്ന അമലിനേക്കാളും ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടതിന്റെ അടുത്ത ദിവസം എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ. അതിനാൽ നന്മ മാത്രം പ്രവർത്തിക്കുന്നവർ ഉത്തമരിൽപ്പെട്ടവരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറഞ്ഞത്, വഅഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത് വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ് ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ. നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുക. നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക. അഖീമുസ് സ്വലാത്ത വആതുസ് സക്കാത്ത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം ഗുണത്തിനായി തന്നെ നിങ്ങൾ നല്ലതായ എന്തൊന്ന് മുൻകൂട്ടി ചെയ്താലും അതിന്റെ ഫലം അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് കണ്ടെത്താനാവുന്നതാണ്. നോക്കൂ, നമ്മൾ ഈ വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ സ്വന്തം ഗുണത്തിന് വേണ്ടി നല്ലതായ അമലുസ്വാലിഹാത്തുകൾ ഏതൊന്ന് പ്രവർത്തിച്ചാലും അതിന്റെ ഫലം നിങ്ങൾക്ക് ഭാവിയിൽ കാണാൻ പറ്റുന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ശരിക്കും അമലിന്റെ ദിവസമാണ്. ഓതൻ നാളെ ഹിസാബിന്റെ ദിവസം. അതുകൊണ്ട് ഒന്നും നമ്മൾ ചെയ്യേണ്ടത്, ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് രണ്ടാമത്തെയും സൂറത്ത് ബഖറയുടെ 110 ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ثم امرهم الله بالاستغلال في الوقت الحاضر باقامه الصلاه وايتاء الزكاه وفعل كل القربات. നിസ്കാരം നിലനിർത്തിയും സക്കാത്ത് കൊടുത്തുവിട്ടിയും അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തും അവർക്ക് ലഭിച്ച സമയത്ത് അഥവാ ആയുസ്സിൽ കർമ്മനിരതരായിരിക്കാൻ പിന്നീട് അള്ളാഹു അവരോട് കൽപ്പിച്ചു. അപ്പൊ ശരിക്ക് അള്ളാഹ് തന്ന ആയുസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മൊബൈലിൽ മാന്തിരിക്കലല്ല, ടി വി കണ്ടിരിക്കലല്ല. ഇതാ വലിയൊരു ശൈത്താനിയത്തിലേക്ക് സമൂഹം കാലെടുത്തു വെക്കാൻ പോകുന്നു. രാത്രി ഉറക്കമൊഴിച്ച വലിയൊരു ഫിത്നയിലേക്ക്. അതല്ല, അതിലേക്കല്ല പ്രിയമുള്ളവരെ. പിന്നീട് അള്ളാഹ് അവരോട് കൽപ്പിച്ചു അത് مهما فعلوا من خير فإنه لا يضيع عند الله بل يجدونه عنده وافرا موفرا قد حفظه إن الله بما تعملون بصير. അല്ലാഹു അവർക്ക് വാഗ്ദാനം ചെയ്തു, എന്തറിയോ, അവരെന്ത് നന്മ ചെയ്താലും ശരി അത് അള്ളാന്റെ അടുക്ക് പാഴായി പോകില്ല.
മറിച്ച് അവനത് അവന്റെ അടുത്ത് സമൃദ്ധമായും നിക്ഷേപമായും കണ്ടെത്തുന്നു. അള്ളാഹു അത് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈറിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅ്ളമ അജ്റാ വസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ കൃത്യമായിട്ട് റബ്ബ് പറയാണ്, സ്വന്തം ശരീരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊരു നന്മ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെങ്കിലും അള്ളാഹുവിങ്കിൽ അത് ഗുണകരവും ഏറ്റവും മഹത്തായ പ്രതിഫലവും ഉള്ളതായി നിങ്ങൾ കണ്ടെത്തുന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാം സഅദി പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ضعഫിൻ ഇലാ അദ്ആഫിൻ കതീറ. ഒരു സൽക്കർമ്മം 10 ഇരട്ടിയായി 700 മടങ്ങ് വരെ അല്ലെങ്കിൽ പല മടങ്ങ് വർദ്ധിപ്പിച്ച് അള്ളാഹു തആല അതിന് പ്രതിഫലം നൽകും. നമ്മൾ ചെയ്യുന്ന ചെറിയൊരു കാര്യമാണ്, നമ്മൾ ചെയ്ത ചെറിയൊരു കാര്യമാണ്, ഇഖ്ലാസോടെ നിയ്യത്തോടെ ഇത്തിബാഅോടെ ചെയ്ത് ചെറിയൊരു കാര്യം. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ 10 ഇരട്ടിയായി 700 ഇരട്ടിയായി അല്ല അതിനപ്പുറത്തേക്ക് ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു തആല സൽക്കർമ്മത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. അതിന് നാം ചെലവഴിക്കേണ്ടത് നമ്മുടെ ആയുസ്സിനെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആയുസ് ലഭിക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ. അതേപോലെ തന്നെ നബിയുടെ കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ, നല്ലവർ, മൻ യുർജാ ഖൈറുഹു വയുഅ്മനു ശർറുഹു, നിങ്ങളിൽ ഉത്തമർ തങ്ങളുടെ നന്മയെ പ്രതീക്ഷിക്കുന്നവരും തങ്ങളുടെ തിന്മയിൽ നിന്നും ആളുകൾ സുരക്ഷിതരായവരുമാണ്. നന്മ മാത്രം ജീവിതത്തിലേക്ക് വരിക, തിന്മയുടെ ലോകത്തുനിന്ന് മാറുക. പ്രത്യേകിച്ച് നബിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ സ്വതക്കയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നബി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം അദ്ദേഹം പറഞ്ഞു, നബി എനിക്കൊന്നും കൊടുക്കല്ല. എങ്കിൽ നബി പറഞ്ഞു, തകുഫു ശർറക അനിന്നാസ്, തകുഫു ശർറക അനിന്നാസ്, നീ നിന്റെ ശർറിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ. അല്ലാഹു അക്ബർ കബീറ. നമ്മളെ കൊണ്ട് മറ്റൊരാൾക്ക് ശർറില്ലാതിരിക്കുന്നത് അതും സ്വതക്കയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കാൽ, നോട്ടത്താൽ, പ്രവർത്തിയാൽ, ഇടപെടലാൽ എത്ര ശർറാണ് ആളുകൾക്ക് മറ്റുള്ളവരെ കൊണ്ട്. അതുകൊണ്ട് അത് വലിയ വിഷയമാണ്. ഖാല സ്വനാനി റഹ്മഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ്, ഫീഹി അന്ന ഖൈറൻ നാസി മൻ ജമഅ ബൈന ഫിഅലിൽ ഖൈർ വ തർക്കിൽ ശർ. നന്മ ചെയ്യുകയും തിന്മ ഒഴിവാക്കുകയും ചെയ്യുന്നവനാണ്, അഥവാ നന്മ പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഒരുമിച്ച് ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം, നന്മ പ്രവർത്തിക്കുകയും തിന്മയിൽ നിന്ന് മാറിക്കുകയും ഒരേ സമയം. ഒരു വശത്ത് നന്മ പ്രവർത്തിക്കുന്നു, മറുവശത്ത് തിന്മയിൽ നിന്ന് മാറിക്കുന്നു. ഇവനാണ് ഏറ്റവും നല്ലവൻ. ഹദീസിന്റെ ശറഹിൽ ശാരിഹ്യങ്ങൾ വിശദീകരിക്കുന്ന അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുവാനാണ്. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യം വളരെ സിമ്പിളായ ഒരു കാര്യമാണ്, പക്ഷെ അത് വളരെ വലിയൊരു കാര്യം. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ജുമാക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുന്നവരാണ്. ഖുതുബ കഴിഞ്ഞാലൂടെ നമ്മൾ ജുമാ നിസ്കരിക്കും ഇൻഷാ അല്ലാഹ്. ഈ നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ അത് ജുമായാകട്ടെ മറ്റേത് നിസ്കാരമാകട്ടെ, ജമാഅത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിലെല്ലാം ആ നിസ്കാരത്തിൽ സ്വഫ് ശരിയാക്കി, സ്വഫിൽ വിടവില്ലാതെ കണങ്കാലിനോട് ചേർത്ത്, ചുമലുകളോട് ചേർത്ത്, അഥവാ തോളോട് ചേർത്ത് വെക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 725 നമ്പർ ഉദ്ധരിച്ച ഹദീസാണ്. ഇപ്രകാരം തോളോട് ചേർത്ത് വെക്കുമ്പോൾ എന്ത് കാണിക്കേണ്ടതുണ്ട്? വല്ലാതെ ബലം പിടിക്കാതെ ഒരല്പം കരുണ കാണിക്കേണ്ടതുണ്ട്. അതായത് ചേർന്ന് നിൽക്കാൻ വൈമനസ്യം കാണിക്കുകയോ അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുമ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യരുത്. രണ്ടുണ്ടാവാണ്. ചില ആളുകൾ ഇപ്പൊ എങ്ങനെ ചേർന്ന് നിൽക്കാൻ തന്നെ മടിയാണ്, കുറച്ച് വിട്ടു നിൽക്കപ്പെടും. നമ്മൾ കാലങ്ങോട്ട് ചേർത്തിയാൽ തന്നെ ഒന്നിലേ കാലും ചവിട്ടോ അല്ലെങ്കിൽ കാല് കുറച്ച് നിൽക്കും. ഒന്നിലേ വൈമനസ്യം കാണിക്കുക, താല്പര്യമില്ലാത്ത. അല്ലെങ്കിൽ ഇങ്ങോട്ട് ബലം പിടിച്ചിട്ട് ഇങ്ങനെ ഫുള്ള് മസിലൊക്കെ വിരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. രണ്ടു പറ്റില്ല. അവിടെ നിന്നാണ് ഒരു മയം. ആ മയത്തെ കുറിച്ചാണ് നബി പഠിപ്പിക്കണം. തരൂ, ആ മയം ഖിയാറുക്കും അല്യനുക്കും മനാകിബ ഫിസ്സലാ. നിങ്ങളിൽ ഉത്തമരാരെന്നറിയോ? നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ തോളുകളെ മയപ്പെടുത്തുന്നവരാണ്. ഈ ചർച്ച ആർക്കുള്ളതെന്ന് അറിയുന്നത്? വിട്ടു നിൽക്കുക നിസ്കരിക്കുന്നവർക്കല്ല. പിന്നെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ തോളോട് തോൾ ചേർന്ന് രണ്ട് ഞെരിയാണി, നമ്മുടെ വലത്തേക്കാലും തൊട്ടടുത്ത ആളെ ഇടത്തേക്കാലും, നമ്മുടെ ഇടത്തേക്കാളും തൊട്ടടുത്ത ആളെ വലത്തേക്കാലും അങ്ങനെ ചേർന്ന് നിൽക്കുമല്ലോ. ചേർന്ന് മുട്ടി അണിചേർന്ന് നിൽക്കൂലേ? ഈ നിൽക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ.
എന്ത് ഒരല്പം മയപ്പെടുത്തി കൊടുക്കണം, എങ്കിൽ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ശരിക്കും നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ നിൽക്കേണ്ടത്? ജുമായാകട്ടെ മറ്റു വക്തുകളാകട്ടെ, നിസ്കാരത്തിലെ സൊഫിന്റെ കാര്യത്തിൽ ഇന്ന് മുസ്ലിങ്ങളിൽ പലരും അശ്രദ്ധരാണ്. ചില പള്ളിയിലൊക്കെ ചെന്നാൽ സൊഫ് കെട്ടിയത് കണ്ടാൽ ആദ്യത്തെ സൊഫിൽ പലയിടങ്ങളിലും ആളുകൾക്ക് കയറി നിൽക്കാനുള്ള ഇഷ്ടം പോലെ വിടവുണ്ടാവും, എന്നാലും വിട്ടുക നിൽക്കും. കാര്യപ്പെട്ട ആൾക്കാർക്ക് എനിക്ക് നിസ്കരിക്കണ്ടാവും, നല്ല വിവരമുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ നിസ്കരിക്കണ്ടാവും. പക്ഷേ സൊഫിന്റെ കാര്യത്തിൽ അവർ വളരെ പുറകിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്ത്? സൊഫ്ഫു സുഫൂഫക്കും, നിങ്ങൾ സൊഫുകൾ ശരിയാക്കണം. ഫഇന്ന തസ്ഫിയത സൊഫി മിൻ തമാമി സ്വലാ, കാരണം സൊഫ് ശരിയാക്കല് നിസ്കാരത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. എത്രത്തോളം അറിയുന്നത്? ഇത് സാധാരണ ഇമാമുകളൊക്കെ ചെയ്യേണ്ടതാണ്, പക്ഷെ നമുക്കിപ്പോ എന്താ ചെയ്യാൻ തന്നെ പേടിയെന്നറിയോ? ആളുകൾ ഇത് പഠിച്ചിട്ടില്ലാത്തോണ്ടാണ്. നബി പറഞ്ഞൊരു വാക്കുണ്ട്, മുറിഞ്ഞുപോയ സൊഫിനെ വമാ മിൻ ഖത്വത്തിൻ അഅളമു അജ്റൻ മിൻ ഖത്വത്തി മശാഹ അല്ലെങ്കിൽ മശാഹ റജുലുൻ ഇലാ ഫുർജത്തിൻ ഫി സൊഫി ഫസദഹ, ഫസദ്ദഹ. വല്ലാത്തൊരു വാക്കാണ്. മുറിഞ്ഞുപോയ, വിടവ് കൊണ്ട് മുറിഞ്ഞുപോയ സൊഫ്, അതായത് സൊഫ് ശരിക്കും നിന്നിട്ടില്ല. ആ മുറിഞ്ഞുപോയ സൊഫിനെ നേരെയാക്കാനായി ഒരാൾ നടന്നു ചെല്ലാണ്. അത് നികത്തുന്നവന്റെ കാലടികളെക്കാൾ മറ്റൊരു മഹത്തായ കാലടിയുമില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് ആലോചിച്ചോക്കെ, സൊഫ് ശരിയാക്കാൻ വേണ്ടി ഒരാൾ മെനക്കെട്ട് നിൽക്കുകയാണെങ്കിൽ അയാൾ ആ നടന്നു പോകുന്നത് ഒരു മഹത്തായ ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം മെച്ചമുണ്ടെന്ന് അറിയുന്നത്? നബി പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലല്ലദീന യസ്ലൂന സുഫൂഫ് വമൻ സദ്ദ ഫുർജ റഫഅഹു അല്ലാഹു ബിഹാ ദറജ. തീർച്ചയായിട്ടും അല്ലാഹുവും അവന്റെ മലക്കുകളും സൊഫിൽ ചേരുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ധാരാളമായിട്ട് സ്വഹീഹായിട്ട് കാണാൻ പറ്റും. അതായത് അനുഗ്രഹം ചൊരിയുന്നതാണ്. ആരെങ്കിലും നിസ്കാരത്തിൽ സൊഫുകൾക്കിടയിൽ വിടവ് നികത്തിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതുവഴി അവന്റെ ദറജയെ, പദവിയെ ഉയർത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സാരമായി കാണുന്ന ഒരു വിഷയവും എന്നാൽ അള്ളാന്റെ ദീനിൽ ഏറ്റവും ഗൗരവമായ ഒരു വിഷയമാണ് സൊഫ് ക്രമീകരിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്തിനെ കാണാൻ പറ്റിയ വിഷയത്തിൽ, അവിടെ ആയത്തിലെന്നറിയോ മലക്കുകളുടെ സൊഫിനെ കുറിച്ചാണ്. ധാരാളക്കണക്കിന് ആയത്തുള്ള വിഷയത്തിലുണ്ട്. 37-ാം അധ്യായം സൂറത്ത് സ്വാഫാത്തിന്റെ 165-ാമത്തെ ആയത്തുണ്ട്, വ ഇന്നാ ലനഹ്നു സ്വാഫൂൻ. മലക്കുകൾ പറയാണ്, തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് സൊഫായി നിൽക്കുന്നവർ. ഈ ആയത്തിന്റെ താഴെയൊക്കെ വിശദീകരിക്കുന്ന ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ തസഫൂന കമാ തസഫുൽ മലായികതു ഇൻദ റബ്ബിഹിം. നബി സ്വഹാബത്ത് പറയും, നബി ഞങ്ങളോട് ചോദിച്ചു, മലക്കുകൾ തങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ സൊഫായി നിൽക്കുന്നത് പോലെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് സൊഫായിട്ട് നിന്നുകൂടെയാണ്? ഞാനിപ്പോ നിങ്ങളോടാണ് ചോദിക്കണമെങ്കിൽ ഒരു മറുപടി ഉണ്ടാവില്ല, ചിലപ്പോ ഒരു ചിരി മാത്രമേ ഉണ്ടാവും. വല്ലാഹി ഞാൻ തുറന്നാണ് പറയാം. പക്ഷെ അള്ളാന്റെ റസൂൽ ചോദിക്കുന്നത് നമ്മളോടല്ലാത്തോണ്ട് തന്നെ വളരെ വൃത്തിക്കുള്ള മറുപടിയാണ്. ഖാലു, അപ്പൊ അവര് ചോദിച്ചു, വകൈഫ തസുഫുൽ മലായികതു ഇൻദ റബ്ബിഹിം. നമുക്ക് കേൾക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. സ്വഹാബത്ത് ചോദിക്കാണ്, റസൂലേ, അള്ളാന്റെ മലക്കുകൾ എങ്ങനെയാ അള്ളാന്റെ മുന്നിൽ സൊഫായി നിൽക്കുന്നത്? അപ്പൊ നബി പറഞ്ഞു, യുതിമ്മൂന സഫൽ അവ്വൽ സുമ്മ യതറാസൂന ഫി സഫ്. അവരാദ്യത്തെ സഫ് ആദ്യം പൂർത്തീകരിക്കും, വിടവില്ലാത്ത വിധം പരസ്പരം അവർ ചേർന്ന് നിൽക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ആരെക്കുറിച്ചാണ്? മലക്കുകളെ കുറിച്ചാണ്. എവിടെ നിൽക്കുന്നതിനെ കുറിച്ച്? അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിനെ കുറിച്ച്. എത്ര സ്ഥലത്താണെന്നറിയോ? അതിനെ സംബന്ധിച്ചാണ് വ ഇന്നാ ലനഹ്നു സ്വാഫൂൻ എന്ന ആയത്തിലുള്ള ആ വിഷയം പഠിപ്പിക്കുന്നത്. വല്ലാഹു അഅലം. എത്രത്തോളം ഫുദ്ദിൽനാ അലന്നാസി ബിസലാത്തിൻ, മറ്റ് ജനങ്ങളെ അപേക്ഷിച്ച് 3 കാര്യങ്ങളാൽ നമ്മൾ ശ്രേഷ്ഠരാണ്. നബി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് മുസ്ലിമയുടെ പ്രത്യേകതയാണ്. അതിലൊന്നെന്തറിയോ? ജുഇലത് സുഫൂഫനാ കസുഫൂഫിൽ മലായിക. സൊഫുകൾ, നമ്മുടെ സൊഫുകൾ മലക്കുകളുടെ സൊഫുകൾ പോലെ ആക്കപ്പെട്ടിരിക്കുന്നു. സ്വഹീഹ് മുസ്ലിം 522-ാമത്തെ നമ്പർ ഹദീസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് സൊഫ് കെട്ടുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ വളരെ കൃത്യതയും കണിശതയും പാലിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد
ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഔസികും വഇയ്യായ തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. ശരി, ഇനി സ്വഫിൽ ശ്രദ്ധിക്കാതിരുന്നുള്ള കുഴപ്പം എന്താണെന്നറിയോ? അത് വലിയൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട് സ്വഫ് നേരെ ആക്കാം? നേരെ ആക്കാതിരുന്നാൽ എന്താ പ്രശ്നം എന്നറിയോ? നബി പറയുന്ന ഹദീസ് അബൂദാവൂദിൽ 667 നമ്പറിലുണ്ട്. നിങ്ങൾ സ്വഫ് വിടവ് തീർക്കുകയും നിങ്ങളുടെ ഇടയിൽ അകലം കുറക്കുകയും ചുമലുകൾ കറക്റ്റ് സമമാക്കുകയും ചെയ്യുക. എന്നിട്ട് നബി പറയാണ്, നഫ്സി ബിയദി, എന്റെ നഫ്സ്, റൂഹ് ആരുടെ കയ്യിലാണോ അല്ലാഹുവാണ് സത്യം, ഇന്നീല അറശൈത്വാന യദ്ഖുലു മിൻ ഖലലി സ്വഫി കഅന്നഹൽ ഹദഫ്. സ്വഫുകൾക്കിടയിലെ വിടവുകളിൽ ഒരു കറുത്ത ആട്ടിൻകുട്ടിയെ പോലെ ശൈത്താൻ കടന്നു വരുന്നതിന് ഞാൻ കാണുന്നു. എന്താ സ്വഫ് ശരിയാക്കിയില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാല് അതിനിടയിൽ പിശാചിന്റെ സ്വാധീനം ഉണ്ടാകുന്നു. ആരെ പറഞ്ഞ? ഞാനല്ല, ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ നബി വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ സ്വഫ് ശരിയാക്കുകയും ചുമലുകൾ നേരെയാക്കുകയും നിങ്ങളുടെ സ്വഫുകൾക്കിടയിലെ വിടവുകൾ അടക്കുകയും ചെയ്യണം. മാത്രമല്ല നിങ്ങളുടെ സഹോദരന്മാരുടെ കൈക്ക് വഴങ്ങിക്കൊടുക്കണം. എല്ലാവരും ഒരു പാകതയിലും നേരത്തെ പറഞ്ഞ ആ ഒരു ലയ്യൻ കാണിച്ചിട്ട് നിങ്ങൾ നിൽക്കണം. ഒരിക്കലും ശൈത്താന് വേണ്ടി നിങ്ങൾ വിടവുകൾ ഉപേക്ഷിച്ചിടരുത്. എന്നിട്ട് നബി പറഞ്ഞൊരു വാക്കെന്നറിയോ? വല്ലാത്തൊരു വാക്കാണ്. വമൻ വസല സഫൻ വസലഹുല്ലാഹ് വമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. സാധാരണ ഒരു വാക്കല്ല പറയുന്നത്. ആര് സ്വഫ് ചേർക്കുന്നുവോ അവൻ അല്ലാഹു ചേർക്കും. ആര് സ്വഫ് മുറിക്കുന്നുവോ ആ മുറിക്കുന്നവന് അല്ലാഹുവും അവനെ മുറിക്കുകയും ചെയ്യട്ടെ എന്നാണ്. കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ സമാനമായ വാക്കാണിത്. വീണ്ടും നബി പറയാണ്, സ്വഹാബത്ത് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പുകൾ ശരിയാക്കുന്നത് പോലെ, അഥവാ അറ്റം കൂർപ്പിച്ച് ശരിയാക്കുന്നത് പോലെ ഞങ്ങളുടെ സ്വഫുകളെ ശരിയാക്കിയിരുന്നു. ഇക്കാര്യം, ഈ സ്വഫിന്റെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലാകുവോളം, അവിടുന്ന് അത് ബോധ്യപ്പെടുവോളം അവിടുന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരികയും വീണ്ടും വീണ്ടും സ്വഫിനെ ക്രമീകരിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് തക്ബീർ ചൊല്ലാൻ എടുത്തപ്പോൾ സ്വഫിൽ നിന്നൊരൽപ്പം നെഞ്ച് ഉന്തി നിൽക്കുന്ന ഒരാളെ നബി കണ്ടു. ഇതൊക്കെ ഇന്നെങ്ങനെ നടപ്പിലാക്കിയുണ്ടല്ലോ. പിറ്റത്താഴ്ച ഖത്തീബിനെ മാറ്റി പുതിയ ഖത്തീബിനൊക്കെ കാലം തുറന്നത് വരെ ഇവിടെയാണെന്നല്ല പറഞ്ഞത്. പൊതുവെ അങ്ങനെ ആൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതൊക്കെ ഒരു നിസ്സാര ശാഖാപരമായ വളരെ തരം താഴ്ന്ന എന്തൊക്കെ ചർച്ചയാണ്ട് ഇവിടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടത്തെ കുറിച്ചല്ല പറഞ്ഞു, പൊതുവെ അങ്ങനെ ആൾക്കാർ. എന്നാൽ ഇതൊരു സാധാരണ വിഷയമല്ല, കുറച്ച് ഗൗരവമുള്ള വിഷയം. നോക്കൂ, ഫഖാല, അത് നബി പറയാണ്, ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ, നിങ്ങൾ നിങ്ങളുടെ സ്വഫ് ശരിയാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നതയുണ്ടാക്കുന്നു. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾ തമ്മിൽ കച്ചറ ഉണ്ടാവും, രണ്ട് പാർട്ടി ഗ്രൂപ്പൊക്കെ ഇട്ട് മാറുന്നു. ഈ ഹദീസുകളൊക്കെ വെച്ചാൽ നമുക്ക് കിട്ടണമെന്നറിയോ? ഒന്ന്, സ്വഫിൽ ശൈത്താൻ കടന്നു വരുന്നു. ഐ യദ്ഖുലു ശൈത്താന ഇലൽ ഖുലൂബി ബിസബബിൽ ഫുറജി അല്ലാഹിറ. അതാണ് എന്റെ ശറഹ്. ബാഹ്യമായ വിടവുകൾ കാരണം ശൈത്താൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ട്, സ്വഫ് മുറിക്കുന്നവനെ അള്ളാഹു മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇമാം മുനാവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫൈദുൽ ഖദീറിൽ പറയാണ്, ഖതഅഹുല്ലാഹു മിൻ റഹ്മതിഹി വലുതുഫിഹി. അള്ളാഹു അവനെ തന്റെ കരുണയിൽ നിന്നും പ്രത്യേക അനുഗ്രഹത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. മൂന്നാമത്തത്, നിങ്ങളുടെ മുഖങ്ങൾക്കിടയിൽ അള്ളാഹു ഭിന്നതയുണ്ടാക്കുന്നു പറഞ്ഞാൽ ഇമാം നവവി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ പറയാണ്, യൂഖിഉ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ വഖ്തിലാഫൽ ഖുലൂബ്. അതായത് അള്ളാഹു നിങ്ങളുടെ ഇടയിൽ, മുസ്ലിങ്ങളെ നിസ്കരിക്കുന്നവരെ നമ്മുടെ ഇടയിൽ ശത്രുതയും വിദ്വേഷങ്ങളും ഹൃദയങ്ങളുടെ ഭിന്നതയും ഉണ്ടാക്കി തീർക്കും. കാരണം നിസ്സാരം, ശാഖാപരം, അതൊരു ചർച്ചയാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ നിസ്സാരമാക്കിയ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്ത്? ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കും. എന്തില്ലാതിരുന്നാൽ? സ്വഫിൽ വിടവുകൾ ക്രമീകരിക്കാതിരുന്നാൽ, ചേർന്ന് നിൽക്കാതിരുന്നാൽ. നാലാമത്തെന്താ? ഹൃദയത്തെ ഭിന്നിപ്പിക്കുന്നതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി പറയാണ്, അൽ മുറാദു അൻ ഇഖ്തിലാഫുൽ ളാഹിർ യൽതസിമു ഇഖ്തിലാഫൽ ബാത്തിൻ. ബാഹ്യമായ വ്യത്യാസം വിട്ടിട്ടല്ലേ നിൽക്കണം, പുറത്ത് എങ്ങനെ നിൽക്കണം? വിട്ടിട്ട് നിൽക്കണം. അതേ പ്രശ്നം ആന്തരികമായ ഭിന്നതയും ഉണ്ടാക്കിയത്. പുറത്ത് ഭിന്നതയാണ്, അതുകൊണ്ട് അകത്തും ഭിന്നത ഉണ്ടാക്കുന്ന. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ തീരുമാനിക്കുക, നിസ്കരിക്കുമ്പോൾ സ്വഫ് കെട്ടണോ കെട്ടണ്ടേ? വളരെ ഗൗരവമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശരി, പറയുമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കാനാവാ. എത്രത്തോളം വെച്ചാല് ഈ വിഷയത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഇനിയും കാണാം. സ്വഫ് കെട്ടേണ്ട രീതികൾ
1 മണിക്കൂറോ 2 മണിക്കൂറോ എന്ന് പറഞ്ഞ തീരാത്തത്ര വിശാലമായി ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇമാമിങ്ങൾ സവിസ്തരം പ്രതിപാദിക്കണം. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ശരിക്കും സാന്ദർഭികമായ ഒരു കാര്യം കൂടി ഞാൻ ഖുത്ബയുടെ തുടക്കത്തിൽ ചെറിയ സൂചന പറഞ്ഞിരുന്നു. ജീവിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ ചില ആളുകൾ ലക്ഷ്യം മറന്നുപോയോ. ശരിക്കും ജീവിക്കണം എന്തിനാ അറിയങ്ങള്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതിനാണ് സൃഷ്ടിച്ചത്, അതല്ലാത്തൊരു ലക്ഷ്യമില്ല. എന്നാൽ ഇന്ന് നമ്മൾ നാടുകളിലേക്ക് നമ്മൾ വന്നാല് വളരെ വലിയ മത്സരങ്ങളാണ്. എന്റെ ചെറിയ ഗ്രാമത്തിൽ പോലും വലിയ ഫ്ലക്സുകൾ അരങ്ങേറി, പ്രത്യേക യൂണിഫോമുകൾ റെഡിയായി കഴിഞ്ഞു. ഒരു ബന്ധമില്ലാത്ത, നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത, പ്രത്യേകിച്ചും മുസ്ലിം രാജ്യങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്ന ഫലസ്തീനെ പോലെയുള്ള രാജ്യങ്ങളെ ഒറ്റുകൊടുത്ത രാജ്യങ്ങളുടെ ഫ്ലക്സുകൾ 440ഉം 500ഉം ഒക്കെ അടി നീളത്തിലും ഉയരത്തിലും കെട്ടാൻ മാത്രം തൊലിക്കട്ടിയുള്ള ഈമാനില്ലാത്ത ഒരു വർഗമായി ഉമ്മത്ത് മുസ്ലിം അതപ്പതിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, കാര്യങ്ങൾക്ക് മനസ്സിലാണ്ടാവുമല്ലോ. വളരെ മോശമായ ഏർപ്പാടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഇപ്പൊ സംഭവം? എന്തൊക്കെയാണ് പാലിക്കപ്പെടുന്നത്? വല്ലാത്തൊരു പ്രശ്നം. ഉറക്കം പോലും ഒഴിവാക്കിയിട്ടാണ് ഇനി രാത്രി ഇത് കാണാൻ പോകുന്നത്. ഉറക്കം, തഹജ്ജുദ് നിസ്കരിക്കാൻ പോലും മനുഷ്യന്മാരെ അലാറം വെച്ച കാലം ഉണ്ടാവില്ല. എന്നാൽ ഈ വൃത്തികേടിന് അലാറം വെക്കുന്നൊരവസ്ഥ. ഇവിടെ രാത്രി എഴുന്നേൽക്കാണ്, പന്തയം വെക്കാണ്, താരാരാധന, സാമ്പത്തിക ദുർവ്യയം, സമ്പത്ത് ചെലവാക്കി ഫ്ലക്സ് വെക്കുന്നവർ, സമയം പാഴാക്കുന്നവർ, നിസ്കാരം സൽക്കർമ്മങ്ങൾ മുഴുവൻ ഒഴിവാക്കുന്നവർ, പരസ്പരം ഇഷ്ടപ്പെട്ട ക്ലബിന്റെ, ഇഷ്ടപ്പെട്ട ആ ടീമിന്റെ പേരിൽ ശത്രുത പുലർത്തുന്ന മുസ്ലിമീങ്ങൾ. നഊദു ബില്ലാഹ്. എന്തിന്റെ പേരിൽ എന്താ ഇവിടെ നടക്കണം? എന്താവശ്യമാണ് ഇപ്പൊ ഉള്ളത്? ഞാനൊരു ഫത്വ മാത്രം വായിക്കാണ്. സൗദി അറേബ്യയുടെ ഗ്രാൻഡ് സഭയായ ലജ്നത്തു ദായിമ അവരോട് ചോദ്യമാണ്, ഇന്ന് നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? ഷെയ്ഖ് ഹുസൈമിന്റെ വേറെ ഉണ്ട്, ഞാൻ വായിക്കണില്ല. ഇത് ലജ്നത്തു ദായിമ, ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയ ഒരു ഫത്വയാണ്. അവിടുന്ന് പറയാണ്, അവര് പറയാണ്, മുബാറയാത്തു ഖുറത്തിൽ ഖദമില്ലത്തി അലാ മാലിൻ ഔ നഹ്വിഹി മിൻ ജവായിസ് ഹറാമുൻ ലികൗനി ദാലിക ഖിമാറൻ. പണമോ അതുപോലുള്ള പാരിതോഷികങ്ങളോ വെച്ചുകൊണ്ട് നടത്തുന്ന ഫുട്ബോൾ മത്സരങ്ങൾ ഹറാമാണ്. കാരണം അതിന്റെ രൂപം ചൂതാട്ടമാകുന്നു. ലിഅന്നഹു ലാ യജൂസു അഖ്ദു السبق وهو العوض إلا فيما أذن فيه الشرع وهو المسابقة على الخيل والإبل والرماية. ശറഅ അഥവാ ദീൻ വ്യക്തമായി അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലല്ലാതെ പന്തയത്തുകയോ പ്രതിഫലമോ വാങ്ങാൻ പാടില്ല. ഉദാഹരണത്തിന് കുതിരയോട്ടം, ഒട്ടകയോട്ടം, അമ്പെയ്ത്ത് എന്നിവയാണ് ശറഅ അനുവദിച്ചിട്ടുള്ളത്. എന്നിട്ട് അവർ പറയാണ്, വഅലാ ഹാദാ ഫഹുദൂറുൽ മുബാറയാത്തി ഹറാമുൻ വമുശാഹദതുഹാ കദാലിക ലിമൻ അലിമ അന്നഹാ അലാ ഇവളിൻ ലിഅന്ന ഫീ ഹുദൂരിഹി ലഹാ ഇഖ്റാറൻ ലഹാ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മത്സരങ്ങൾ സമ്മാനത്തുക വെച്ചുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നതും അത് കാണുന്നതും ഹറാമാകുന്നു. കാരണം അതിൽ പങ്കുചേരുകയോ അത് കാണാനിരിക്കുകയോ ചെയ്യുന്നത് ആ തിന്മയെ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അവർ അവസാനിപ്പിക്കണം എങ്ങനെയാണ്? അമ്മ ഇദാ കാനത്തിൽ മുബാറാത്തു അലാ ഗൈരി ഇവളിൻ വലം തസ്അൽ അമ്മ ഔജബ അല്ലാഹ് മിന الصلاة وغيرها ولم تشتمل على محظور ككشف العورات أو الاختلاط النساء بالرجال أو وجود آلات لهو فلا حرج فيها ولا في مشاهدتها. എന്നാൽ ഒരു മത്സരം, ഈ മത്സരം യാതൊരുവിധ പ്രതിഫലമോ അഥവാ പന്തയത്തുകയോ പാരിതോഷികങ്ങളോ ഇല്ലാത്തതാണെങ്കിൽ, അള്ളാഹു നിർബന്ധമാക്കിയ നിസ്കാരം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അത് മനുഷ്യനെ അശ്രദ്ധനാക്കുന്നില്ലെങ്കിൽ, നമുക്കറിയണ്ടല്ലേ എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്ലാം നിരോധിച്ച ഹറാമായ കാര്യങ്ങളൊന്നും അതിൽ അടങ്ങിയിട്ടില്ലെങ്കിൽ, ഏതൊക്കെ? അതായത് ഔറത്ത് വെളിപ്പെടുത്തുക. സർവ്വ കളിക്കാരുടെയും തൊടയാണ് ഏറ്റവും ഹൈലൈറ്റ്. ബാപ്പാന്റെ തൊട മോന് കാണൽ ഹറാമാണ്, മോന്റെ തൊട ബാപ്പാക്ക് കാണലും ഹറാമാണ്. അപ്പോഴാണ് ആരാന്റെ തൊട താഴത്തിരുന്ന് ആസ്വദിക്കുന്നത്. അവിടെ നലിച്ചോക്കണം. ഔറത്ത്. ഇനിയോ സ്ത്രീകളും പുരുഷന്മാരും ഇടകലര. എവിടെ ഇല്ലാത്തത് ഇപ്പത്? എവിടെ ഇല്ലാത്തത്? ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അവരാണ്. അത് അല്ലെങ്കിൽ സംഗീതോപകരണങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നിവ ഇല്ലാതിരുന്നാൽ ആ മത്സരം കളിക്കുന്നതിലോ അത് കാണുന്നതിലോ യാതൊരു തെറ്റുമില്ല. നമുക്ക് ഉറപ്പല്ലേ? ഇതൊന്നുമില്ലാത്തൊരു സാധനമാണ് വരാൻ പോണത്. സുബി ജമാഅത്ത് കിട്ടുവോ? സുബി നിസ്കാരം ശരിയാവോ? തഹജ്ജുദ് ഉണ്ടാവോ? ഇശാ ആവുമ്പോ തന്നെ മാനസിക നിലവാരം മാറൂലേ? ആലോചിച്ച് നിങ്ങള്, ഉള്ളിൽ പകയും പോരുണ്ടാവൂലേ? ഇപ്പോൾ തന്നെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ, വിശിഷ്യ മലപ്പുറം ജില്ലയിൽ തന്നെ പന്തയ കമ്മിറ്റികൾ വന്നിട്ടില്ലേ? ഇസ്ലാമിന്റെ ഹുക്കം എന്താ വിഷയത്തിൽ? വല്ലാഹുൽ മുസ്തആൻ.
അല്ലാഹു തആല കാര്യബോധത്തോടുകൂടി പലസ്തീൻ മുന്നിലുണ്ട്, ഇവിടെ അത് മുന്നിൽ വെക്കുന്നുണ്ട്, സിറിയ മുന്നിലുണ്ട്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നിലുണ്ട്, ലോകത്തിന്റെ പല ഭാഗത്തും ചമ്മട്ടി പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ആലോചിക്കണം മുസ്ലിമേ, അള്ളാഹു തന്ന ആരോഗ്യവും അനുഗ്രഹങ്ങളും റബ്ബിനിഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കണോ, അതല്ല ഈ തനിച്ച ഹറാമിന്റെ വൃത്തികേടിന്റെ മാർഗങ്ങളിൽ ചെലവഴിക്കണോ എന്നത് അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ ഫിത്നയിൽ നിന്നും ഫസാദിൽ നിന്നും ഉമ്മത്ത് മുസ്ലിമെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പാപങ്ങളും പുറത്തിരുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെയും ചെറുതും വലുതുമായി കാര്യമായും കരുതിക്കൂട്ടിയൊക്കെ വന്നുപോയ സർവ്വ തിന്മകളും അല്ലാഹു തആല പുറത്തിരുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിം, വിശിഷ്യ ഫലസ്തീൻ, അള്ളാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അള്ളാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അള്ളാഹു അവർക്കെതിരെ തിരിഞ്ഞ സർവരെയും അള്ളാഹു തആല നശിപ്പിക്കുമാറാവട്ടെ, നിന്ദരാക്കുമാറാവട്ടെ. അള്ളാഹു നിന്ദരാക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.